Oh, we're seeking your face, Dada. ഞങ്ങളുടെ ഓരോ ചുവടും കർത്താവ് ഞങ്ങളെ നയിക്കുന്നതാണല്ലോ. ഞങ്ങളുടെ ഓരോ പാതകളും കർത്താവ് ഞങ്ങളെ നടത്തുന്നതാണല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എപ്പോഴും അങ്ങ് കൂടെ ഉണ്ടല്ലോ അപ്പാ. ഒരിക്കലും പിരിയാതെ, ഒരിക്കലും മറക്കാതെ എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളല്ലോ. അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കണം, ഇനിയും ഞങ്ങൾക്ക് അങ്ങേ അറിയണം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് സ്വർഗമല്ല കാണേണ്ടത്, എനിക്ക് ഇനിയും യേശുവിനെ അറിയണം. സ്വർഗത്തിൻ്റെ മനോഹരത്വം കണ്ട അഭിഷക്തൻ പറയുകയാണ്, ഹെവൻ അല്ല എൻ്റെ കാര്യം, എൻ്റെ കാര്യം അവനാണ്. എനിക്ക് യേശുവിനെ അറിയണം, ഇനിയും 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 ആഴമായി യേശുവിനെ അറിയണം. ഇനിയും എനിക്ക് ഇതുകൊണ്ട് തൃപ്തനല്ല, ഞങ്ങൾ ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല. യേശുവിനെ ഇനിയും അറിയണം, ഇനിയും അറിയണം. ഓ ലോർഡ്, ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളവും എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളവും എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നമ്മുടെ അവകാശം കിടക്കുന്നത് പിതാവിലാണ്. ഇന്ന് വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് ആർക്കും ടെൻഷനില്ല. നമ്മുടെ വീട് അവിടെ തന്നെയുണ്ട്, നമ്മുടെ വാസസ്ഥലം അവിടെ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് പകൽ ഈ രാത്രിയിൽ മനസ്സിലാക്കേണ്ടത് യേശുവിനെ അധികമായി അറിയണം. ഇതുവരെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് പോരാ. ഈ നിൽക്കുന്ന പോഡിയത്തിന് നിങ്ങൾ കാണുന്ന ഒരു ഡൈമെൻഷനുണ്ട്, പക്ഷെ ഞാൻ കാണുന്ന വേറൊരു ഡൈമെൻഷനുണ്ട്. ഇതുപോലെ പല ഡൈമെൻഷനുകളുണ്ട്. യേശുവിന് പല ഡൈമെൻഷനുകളുണ്ട്. 3 ഡൈമെൻഷനിൽ കണ്ട യേശുവിനെ ഇന്ന് രാത്രിയിൽ 7 ഡൈമെൻഷനിൽ അനുഭവിക്കാൻ തുടങ്ങട്ടെ. 3 ഡൈമെൻഷനിൽ കണ്ടുകൊണ്ടിരുന്ന യേശുവിനെ, ചിലർക്ക് യേശു അമ്മയായിരിക്കാം, ചിലർക്ക് യേശു അപ്പനായിരിക്കാം, കൂട്ടുകാരനെ അനുഭവിച്ചവരുണ്ടായിരിക്കാം, മരിക്കാൻ പോയപ്പോൾ ജീവനെ അനുഭവിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ ദൈവത്തിൻ്റെ പുത്രനാക്കി മാറ്റിയ ദ മാന്റിൽ ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിൻ്റെ പുതപ്പാണ് യേശു, എൻ്റെ വസ്ത്രമാണ് യേശു. ഇതുപോലെ യേശുവിനെ പല രീതിയിലും അനുഭവിക്കാം. ഈ രാത്രിയിൽ ജീവകാലത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ യേശുവിനെ അടുത്തൊരളവിൽ അനുഭവിക്കാൻ, അറിയാൻ വചനത്തിൽ കൊടുത്തിരിക്കുക ഇങ്ങനെയാണ്: ഭർത്താവ് ഭാര്യയെ അറിഞ്ഞപ്പോഴാണ് ജനനമുണ്ടായത്. പരിഗ്രഹിച്ചു എന്ന വാക്ക് ചിലടത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചിലടത്ത് കൊടുത്തിരിക്കുന്ന അറിഞ്ഞു എന്നാണ്. ഇന്റിമേറ്റ് നോളേജ്, മറയില്ലാത്ത അറിവിലാണ് ജനനങ്ങൾ ഉണ്ടാകുന്നത്. മറയില്ലാത്ത ആ നോളജിലാണ്, അറിവിലാണ് പുതിയ ജനനങ്ങൾ ഉണ്ടാകുന്നത്. ഉണർവുകൾ ജനിക്കപ്പെടുന്നത് അവിടെയാണ്, ഈ പ്രണയബന്ധത്തിലാണ്. ഓരോ ദിവസവും കർത്താവ് നടത്തുന്നത് അത്ഭുതമാണ്. എൻ്റെ ഓരോ ചുവടുകളും ദൈവം നൽകുന്ന പുതിയ അനുഭവങ്ങളാണല്ലോ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി അപ്പ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി കർത്താവേ, നന്ദി അപ്പ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി
ചൊല്ലിത്തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളവും എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഓ നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യ സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടെ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ല. യേശുവിൻ കൂടെ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്ന പാടാത്തൊരു ചേർന്ന് യേശുവിൻ്റെ കൂടെ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ല. യേശുവിൻ കൂടുള്ള യാത്ര, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ല. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട്. അൻപേറുന്ന കൈകളാൽ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട്. ഒറ്റയ്ക്ക് വിടുകയില്ല എന്നെ, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ കൂടെ മതി, യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി, അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ, അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി. ആ മാറിന്റെ ചൂടാണ് അന്ത്യം വരെ വേണ്ടതെന്ന്. എനിക്ക് ആ ചൂട് മതി യേശുവേ, ചൂട് മതി. യേശു എൻ്റെ കൂടെ മതി. ഇരുളേറും യാത്രയിൽ വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഇരുളേറും രാത്രിയിൽ വഴിയേതെന്നറിയില്ല, തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട്. ഒന്നു ഞാൻ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓ കൺമണി പോൽ കാക്കുന്നവൻ കൂടെ. ഒന്നുകൂടെ പാടാം. ഒന്ന് ഞാൻ അറിയുന്നു, ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട്. ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട്. കാവലായി പെരുവെള്ളവും തോറ്റുപോകുമേ,
യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി. യേശുവിൻ കൂടുള്ള യാത്ര, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആമാറോടു ചേർന്നിരുന്ന യേശുവിൻ കൂടെ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആമാറോടു ചേർന്നിരുന്ന യേശുവിൻ കൂടുള്ള യാത്ര, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആമാറോടു ചേർന്നിരുന്ന അൻപേറുന്ന കൈകളാ, അൻപേറുന്ന കൈകളാ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുക. ഒറ്റയ്ക്ക് എന്നെ വിടില്ല, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുക. യേശുവിനെ നോക്കി പറഞ്ഞേ, അന്ത്യം വരെ ചൂടുമതി. യേശു എന്നെ കൂടെ മതി. അന്ത്യം വരെ ചൂടുമതി. അന്ത്യം വരെ ഇവനിക്ക് ചൂട് മതി. അന്ത്യം വരെ ചൂടുമതി. യേശു എന്നെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി. യേശു എന്നെ കൂടെ മതി. ഓരോ ദിവസവും ഓരോ ചുവടും അത്ഭുതമേ. യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ. യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല. എൻ്റെ ഓരോ ചുവടും അത്ഭുതമാണെന്ന് അതൊന്ന് പ്രവചിച്ച് പാടാമോ? ഭാവിയെ നോക്കി, നാളെയെ നോക്കി. എൻ്റെ ഓരോ ചുവടുകളും മിറക്കിളാണ്, അത്ഭുതമാണ്. ഓരോ ചുവടും അത്ഭുതമേ. യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല. എൻ്റെ ഓരോ ചുവടും അത്ഭുതമേ. യേശു തരും ഓ നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളവും ഇരവിലും പകലിലും എൻ്റെ പാലകൻ യേശുവാണ്. ഇരവിലും പകലിലും എൻ്റെ യേശു എൻ്റെ പാലകൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളവും എൻ്റെ പാലകൻ യേശു. എപ്പോഴും ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ. നിത്യതയോളം നിലനിർത്തും ബന്ധം. നിത്യസ്നേഹമേ, നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ.
നിസ്തുല്യ സ്നേഹമേ നിത്യതയോളം, നിത്യസ്നേഹമേ നിത്യസ്നേഹമേ നിത്യതയോളം. ശബ്ദമുയർത്തി പാടാമോ? യേശുവിൻ കൂടുള്ള യാത്ര ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലേ. യേശുവിൻ കൂടെ, യേശുവിൻ കൂടുള്ള ആനന്ദമേ ആ മാറോടു ചേർന്നിരുന്ന. ഒന്നുകൂടെ, യേശുവിൻ കൂടെ, എൻ്റെ യേശുവിൻ ആനന്ദമേ ആ മാറോടു ചേർന്നിരുന്ന. ഒരു പ്രൊഫറ്റിക് ക്ലൈമറ്റിൽ പാട്ട് പാടുമ്പോൾ അത് ഫ്യൂച്ചറിനെയും പ്രസന്റിനെയും പാസ്റ്റിനെ പോലും തൊടാൻ പറ്റും. യേശു ജനിച്ചത് കൊണ്ടാണ് രാഹാബ് എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് വേശ്യ സ്ത്രീ എന്നാണ്. പക്ഷെ ബൈബിളിനകത്ത് പേര് വരാൻ കാരണം യേശു ജനിച്ചത് കൊണ്ടാണ്. പാസ്റ്റിനെ പോലും തൊടാനുള്ള കരുത്തുണ്ട്. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ പാടുമ്പോൾ എന്താണോ നാശത്തിന് വേണ്ടി ചെയ്തത് അത് മഹത്വം വെളിപ്പെടാനുള്ള ഗ്രൗണ്ടായിട്ട് മാറും. എന്താണോ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഫേസ് വെളിപ്പെടാൻ വേണ്ടി ഉണ്ടായത് അതെല്ലാം ദൈവ മഹത്വം വെളിപ്പെടാനുള്ള സ്ഥലമായി മാറും. എൻ്റെ നാളകളെ നോക്കി, എൻ്റെ ഓരോ ചുവടുകളെ നോക്കി, എൻ്റെ ഭാവിയെ നോക്കി, മക്കളെ നോക്കി, കുടുംബത്തെ നോക്കി പറയണം, വാ എൻ്റെ ഓരോ ചുവടും അത്ഭുതമാണ്. ഒരിക്കലും യേശു എന്നെ ഒറ്റയ്ക്ക് വിടില്ല. വാ ഒറ്റയ്ക്ക് എന്നെ മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവേ, അന്ത്യം വരെ ആ ചുടുമതി. ഒരിക്കലും മറക്കാത്ത ഈ വാക്ക് പറയുന്നുണ്ട്, ദൈവമായി ക്ഷമിക്കണം. ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് പാടില്ല എന്നതിനേക്കാൾ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഡോൺ ഡൂയിൽ നിന്നും കാൺ ഡൂയിലേക്ക് വരുന്നതാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ. നാം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അമ്മേ, ഒത്തിരി തിരക്കാകുന്ന സമയങ്ങൾ, അത് ഏതായിക്കോട്ടെ, മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, യേശുവിന് സ്പേസ് കൊടുക്കാതെ, യേശുവിന് സമയം കൊടുക്കാതിരുന്ന ഒരു സമയങ്ങളിൽ ഈ നമ്മുടെ പെറ്റിനെ കണ്ടിട്ടുണ്ടോ? നായ. അത് കല്ലെടുത്തെറിഞ്ഞാലും അതിനെ അടിച്ച് മുറിവേൽപ്പിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? വാലാട്ടി. കണ്ടിട്ടുണ്ടോ? ആ വാക്ക് പറയുന്നത് ദയവായി ക്ഷമിക്കണം. ഒരു രാത്രി ഞാൻ ഇതുപോലെ ഇരുന്ന് കരഞ്ഞൊരു അനുഭവം ഇതാണ്. നമുക്ക് യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ ഭയങ്കര തിരക്കായി പോകുമ്പോഴും നമ്മെ മാറോട് പിടിച്ചു നിൽക്കുന്ന യേശുവുണ്ട്. കാണണം. അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതല്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, പാടില്ലല്ലോ എന്നുള്ളതല്ല. ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കരയുന്ന യേശുവിനെ കണ്ടാൽ, എടാ ഇവന് വേണ്ടി ഞാൻ ഇത്രയും ജീവൻ കൊടുത്തിട്ടും, ഇവന് വേണ്ടി, നിങ്ങളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ പറയണം, അവന് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ട്, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ട്, വീണ്ടും അവൻ ഇങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു പെയിൻ ഉണ്ടാകാറുണ്ടോ? ഇതുപോലെയൊക്കെ യേശുവിനെ കണ്ടാൽ ഒരിക്കലും പിരിയാത്തൊരു ബന്ധമാണത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് യേശുവിനെ. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയാൽ മാറി നിന്ന് കരയുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്. ഇവന് വേണ്ടി ഞാൻ എൻ്റെ രക്തം പോലും കൊടുത്തിട്ടും വീണ്ടും അതൊരു പെയിനാണ്. പക്ഷെ ഇന്ന് നമ്മൾ പറയാണ്, ഈ 4ാമത്തെ രാത്രി നമ്മൾ പറയുകയാണ്, എൻ്റെ ഇനിയുള്ള ഓരോ ചുവടും യേശുവിൻ്റെ കൂടെയാണ്. ഓരോ ചുവടും അത്ഭുതമാണ്. എൻ്റെ ഓരോ ചുവടുകൾ യേശു തരുന്ന അനുഭവമാണ്. ഇനി എൻ്റെ സെക്കൻഡുകൾ, എനിക്കുള്ള മണിക്കൂറുകൾ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയതാണ്. എനിക്ക് പുതിയ അനുഭവമാണ്. എനിക്ക് അന്ത്യം വരെ ആ ചൂട് മതിയെന്ന് യേശുവിൻ്റെ നിഴലിൽ തന്നെ. യേശുവേ അന്ത്യം വരെ
ആ ചൂടുമതി. യേശു എന്റെ കൂടെ മതി, യേശു എന്റെ കൂടെ. അന്ത്യം വരെ ആ ചൂടുമതി. വെറുതെ പാടരുത്, നമ്മുടെ സാഹചര്യം കേൾക്കാൻ പാടണം. നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും നമ്മുടെ അദൃശ്യ മണ്ഡലത്തിൽ ചലിക്കാൻ, നമ്മുടെ ശബ്ദത്തിന് അൺസീൻ തലത്തിൽ ചലിക്കാനുള്ള പവറുണ്ട്. കാണാത്ത ലോകത്ത് ചലിക്കാൻ നമ്മുടെ ശബ്ദത്തിന് ശക്തിയുണ്ട്. ഓ ചൂടുമതി, യേശുവിന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി. ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി ആവതില്ലപ്പാ ആവതില്ല. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി ഓ ആവതിൽ. ഇരവിലും പകലിലും യേശു എന്റെ പാലകൻ. വീട്ടിലെത്തുവോളമോ ഓ ഇരവിലും പകലിലും യേശു എന്റെ പാലകൻ. ഇരവിലും പകലിലും യേശു എന്റെ പാലകൻ. സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിർത്തും. നിത്യസ്നേഹമേ, നിത്യസ്നേഹമേ, എന്റെ നിത്യതയോളം നിത്യസ്നേഹമേ, നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്ന യേശുവിൻ കൂടെ, യേശുവിൻ കൂടുള്ള യാത്ര, യേശുവിൻ കൂടുള്ള യേശുവിൻ കൂടെ, യേശുവിൻ കൂടുള്ള യാത്ര, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. മാറോട് അൻപേറുന്ന കൈകളാ അത്ഭുതമായി നടത്തി മാധുര്യമേറും തൻ സ്നേഹമെന്നോട്. അൻപേറുന്ന കൈകളാൽ അൻപേറുന്ന അത്ഭുതമായി മാധുര്യമേറും ആ ചുടുമതി. യേശു മനുഷ്യനെ നിർമ്മിച്ചതുപോലും യേശുവിൻ്റെ ഹൃദയം കൈമാറാനാണ്, ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയാണ്, യേശുവിന് സംസാരിക്കാനാണ്. ഏറ്റവും നല്ല ബിസിനസ്മാൻ ആരെന്ന് ചോദിച്ചാൽ അത് ദൈവമാണ്. കാരണം ദൈവത്തിനറിയാം തൻ്റെ ഗ്ലോറിയെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അവൻ ദൂതന്മാരിൽ അത് ഇൻവെസ്റ്റ് ചെയ്തില്ല. നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന സ്ഥലം മനുഷ്യനകത്താണെന്ന് ദൈവത്തിനറിയാം.
അതുകൊണ്ടാണ് ആ ഗ്ലോറിയെ നമ്മുടെ അകത്ത് അവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആമേൻ. യേശു പലരെയും ഇന്ന് വിളിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ. ഞാൻ കാണുന്നത് ഇതാണ്, യേശു നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് പോലും യേശുവിൻ്റെ ഹൃദയവും യേശുവിൻ്റെ രഹസ്യവും ഒന്ന് സംസാരിക്കാനാണ്, തമാശകൾ പറയാനും ഹൃദയം തുറന്ന് സംസാരിക്കാനും യേശു ഒന്ന് ഇടപെടാൻ വേണ്ടിയാണ്. അതിന് സമയമില്ലാതെ നമ്മൾ എത്ര മിനിസ്ട്രി ചെയ്താലും എന്തൊക്കെ ചെയ്താലും കാര്യമില്ല. നമ്മൾ ആ പർപ്പസിനെ മിസ് ചെയ്യുകയാണ്. വി ആർ മിസ്സിങ് ഔട്ട് ദ റിയൽ പർപ്പസ്. ദൈവം എന്തിനു വേണ്ടി നമ്മെ നിർമ്മിച്ചു എന്നതിൻ്റെ റിയൽ പർപ്പസിനെയാണ് നമ്മളവിടെ മിസ് ചെയ്യുന്നത്. ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നവനെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയോ? അവനുമായി എനിക്ക് സംസാരിക്കണം. അതുകൊണ്ട് ആ സന്ധ്യയാകുമ്പോൾ ആ തോട്ടത്തിനകത്ത് ഇറങ്ങി വരുന്നെന്ന് ആ ഉൽപ്പത്തി പറയുന്നത്. നമ്മോട് കൂടെ നടക്കാനും ഹൃദയം കൈമാറാനും ആരോടും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യങ്ങൾ കൈമാറാനും ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായി എന്ത് ചെയ്താലും അതെല്ലാം ഒരു സൈഡിൽ വേണം, പക്ഷേ ഗീവ് സ്പേസ് ടു ജീസസ്. യേശുവിന് ഒരു സ്പേസ് കൊടുക്കണം. ഗ്ലോറി റിലത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലാണ്. നിങ്ങൾ എന്ത് ചെയ്താലും പരസ്പരം ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ പാർട്ട്ണറിനെ ഹാപ്പി ആയിട്ട് വെക്കുക എന്നതുപോലെയാണ് ഈ ദൈവവും നാം തമ്മിലുള്ള ബന്ധം. എന്ത് ഞാൻ പറഞ്ഞാലും എന്ത് ഞാൻ ചെയ്താലും എന്ത് ഞാൻ പാടിയാലും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ആർ ഹിം ഹാപ്പി? അവൻ സന്തോഷവാനാണോ? അവൻ്റെ മുഖത്ത് സന്തോഷമുണ്ടോ? ഇങ്ങനൊരു ബന്ധത്തിലേക്കാണ് യേശു ഈ ഫാസ്റ്റിംഗ് വരെ നമ്മെ വിളിക്കുന്നത്, ഒരു ഡീപ്പർ തലത്തിലേക്ക്. എനിക്ക് അന്ത്യം വരെ ആ ചൂട് മതിയെന്ന്. ഈ പാപത്തിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, പാപത്തിനുള്ള യഥാർത്ഥ വാക്ക് ഈ സിൻ എന്നുള്ളൊരു ഇംഗ്ലീഷ് വേർഡാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഹമാർത്തി എന്നൊരു വാക്കുണ്ട്. ഹമാർത്തിയാനോ എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് ഹമാർത്തിയ എന്ന വാക്ക് വരുന്നിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ഔട്ട് ദ മാർക്ക് എന്നാണ്. ഈ ആർച്ചറി ഗെയിം, അമ്പും വില്ലും പോലത്തെ ഗെയിം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനാണ് അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറുക എന്നതിനാണ് പാപമെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നല്ലോ, അയ്യോ ഞാൻ വെള്ളം അടിക്കുന്നില്ലല്ലോ, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ. ദൈവം നമ്മെ ഉദ്ദേശിച്ച പർപ്പസിൽ നിന്ന് മിസ്സിങ് ആയാൽ ഇറ്റ് ഈസ് എ സിൻ. അതൊരു പാപമാണ്. മിസ്സിങ് ഔട്ട് ദ റിയൽ മാർക്ക്. യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത് പോലെ നിങ്ങളിൽ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആമേൻ പറഞ്ഞില്ലല്ലോ? യേശു ലോകത്തിൻ്റെ ഉപ്പാകുന്നത് പോലെ നമ്മളും ലോകത്തിലെ ഉപ്പാണ്. അടുത്തൊരു വാക്ക് യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. എൻ്റെ നാവിനെ അവൻ മൂർച്ചയുള്ള വാളാക്കി മാറ്റി, അവൻ്റെ കൈക്കകത്ത് എന്നെ മറച്ചിരിക്കുന്നു. എന്നെ ഒരു മിനുക്കിയ അമ്പാക്കി മാറ്റി അവൻ്റെ പൂണിയിൽ എന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. യേശു ഒരു ദൈവത്തിൻ്റെ കയ്യിലെ ആരോ ആണെങ്കിൽ യു ആർ ഓൾസോ ദി ആരോ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിലെ അമ്പുകളാണെന്ന, ലക്ഷ്യസ്ഥാനത്തേക്ക് തറയ്ക്കാനുള്ള അമ്പുകളാണെന്ന. യേശുവിനോട് പറയാമോ, എനിക്ക് ഒരു പാട്ട് കേൾക്കുന്നത് പോലെ ആദ്യ സമയങ്ങളിൽ വെറുതെ ഇരിക്കുകയല്ല. യേശുവേ, എനിക്ക് ആ ചൂട് മതി. എപ്പോഴും അങ്ങയുടെ മുഖം കാണാൻ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ കിടക്കുമ്പോൾ, ഞാൻ ഉറങ്ങുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് യേശുവിനെ കാണണം. ഇത് കാണാൻ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. മീറ്റിങ്ങിനകത്ത് മാത്രമല്ല, ചർച്ചിനകത്ത് മാത്രമല്ല, പ്രയറിൽ മാത്രമല്ല, സദാസമയവും സദാകാലവും യേശുവിന്റെ കൂടെ. ഈ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ് യൗവനത്തിലെ മക്കൾ എന്ന് ബൈബിൾ പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നാം ദൈവത്തിന്റെ അമ്പുകളാണ്, ദൈവത്തിന്റെ അസ്ത്രമാണ്. വീരന്റെ കയ്യിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വീരന്റെ പൂണി കണ്ടിട്ടുണ്ടോ? പുറകിലാണ് ഒത്തിരി അമ്പുകളുണ്ട്, സെലക്റ്റഡ് ആണ്. ഇതിനകത്ത് സെലക്റ്റഡ് അല്ലാത്ത അമ്പിന് കയറാൻ പറ്റില്ല. ഒരു വീരന്റെ പൂണിക്കകത്തിരിക്കുന്ന എല്ലാ അമ്പുകളും അവൻ നോക്കി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത പ്രത്യേകത എന്നറിയാമോ? അതിൽ നിന്നൊരു അമ്പ് എടുക്കുമ്പോൾ ആരെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു അമ്പിനെ എടുക്കും. അതിൻ്റെ അർത്ഥം എപ്പോഴാണ് നിങ്ങളുടെ സീസൺ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സെലക്റ്റഡ് ആരോ ആണെങ്കിൽ, ചോസൻ ആരോ ആണെങ്കിൽ ആ കൈ കൊണ്ട് എടുക്കുന്നത് ചിലപ്പോൾ ഇന്ന് രാത്രി ആയിരിക്കും നിങ്ങളുടെ സീസൺ ആരംഭിക്കുന്നത്, ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും നിങ്ങളുടെ സീസൺ. കാരണം യു ആർ സെലക്റ്റഡ് ആരോസ്. ദൈവത്തിൻ്റെ കയ്യിൽ ദൈവത്തിന് ഉറപ്പുണ്ട്, ഇവനെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് തറയ്ക്കാനുള്ള അമ്പുകളാണ്. യേശുവാ, പ്രാർത്ഥിക്കാമോ? കണ്ണുകൾ അടച്ച്
യേശുവിനോട് പറയാം, യേശുവേ, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 4ാമത്തെ ദിവസവും ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ വീരനായ ലോർഡ് ഓഫ് ഹോസ്റ്റായ കർത്താവായ സൈന്യങ്ങളുടെ അധിപനായവന്റെ കയ്യിലെ ആരോയാണ്, ലക്ഷ്യസ്ഥാനത്ത് തറയ്ക്കുന്ന അമ്പുകളാണ് ഞങ്ങൾ. ഇത് യേശുവിനോട് സംസാരിക്കാനുള്ള പ്രത്യേക സമയമാണ്. ഇതുപോലെ അവസരം എപ്പോഴും വരണമെന്നില്ല. ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. ഈ ഇറങ്ങി നിൽക്കുന്ന യേശുവിനെ നോക്കി ഇതൊരു പ്രഷ്യസ് ടൈമാണ്. യേശുവോട് ഹൃദയം തുറന്ന് സംസാരിക്കാം. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ. യേശുവിനെ നോക്കി പറഞ്ഞേ, അങ്ങേ പിരിഞ്ഞു, അങ്ങേ പിരിഞ്ഞു, അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ അങ്ങയല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ. അപ്പാ, ഈ ഭൂമിയിൽ വേറൊന്നുമില്ല അങ്ങയല്ലാതെ. അങ്ങേ പിരിഞ്ഞും അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ അങ്ങയല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ. അങ്ങേ പിരിഞ്ഞും അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും അങ്ങേ യേശുവേ, എനിക്ക് യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയല്ലാതെ അങ്ങയല്ലാതെ വേറൊന്നും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയുന്നവരുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് യേശുവിനെ നോക്കി പറയണം, അങ്ങേ പിരിഞ്ഞും യേശുവേ, ഓ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ഒന്നും അങ്ങയല്ലാതെ അങ്ങയല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ. സ്നേഹിക്കുന്ന യേശുവേ, ഞാൻ സ്നേഹിക്കുന്നേ അപ്പാ, we love you. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ ഞാൻ, സ്നേഹിക്കുന്നേ ഓ സ്നേഹിക്കുന്നേ ഞാൻ, സ്നേഹിക്കുന്നേ ദിനവും ഉമ്മോട് ചേർന്ന് ദിനവും ഉമ്മോട് ചേർന്ന് ദിനവും ഉമ്മാർവിൽ സാய்ந்து ദിനവും ഉമ്മോട് ചേർന്ന് ദിനവും உம்மார்வில் சாய்ந்து விலக முடியாது அன்பே, விலக முடியாது அன்பே, உயிரே
എന്റെ ദാഹം നിന്നിൽ ജീവൻ നൽകിടും, ജീവൻ നൽകിടും, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. വേറൊന്നിനാലും ഞാൻ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം ജീവൻ നൽകിടും, ജീവൻ നൽകിടും, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. വേറൊന്നിനാലും ഞാൻ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം, എന്റെ ദാഹം ജീവൻ നൽകിടും, ജീവൻ നൽകിടും, ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. ഓ യേശുവിനെ നോക്കി, യേശുവേ നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. എന്റെ ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ, നീ പരിശുദ്ധനേ, നീ പരിശുദ്ധൻ, നീ എന്നും യേശുവാ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും. യേശുവേ you are worthy. നീ പരിശുദ്ധനേ, നീ പരിശുദ്ധൻ, നീ എന്നും. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ ആരാധനയും സ്തുതി സ്വീകരിപ്പാൻ എന്നും നീ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ. കരമുയർത്തി ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധനയ്ക്കു യോഗ്യനേ. കുഞ്ഞാടേ 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 സ്തുതിക്കു യോഗ്യനേ, സ്തുതിക്കു യോഗ്യനേ. യേശുവേ യേശുവേ യേശുവേ
ആരാധനയ്ക്ക് യോഗ്യനേ, ഓ ആരാധനയ്ക്കു യോഗ്യനേ. കുഞ്ഞാടേ 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 സ്തുതിക്ക് യോഗ്യനേ, സ്തുതിക്കു യോഗ്യനേ. ദൂതന്മാർ വാഴ്ത്തുന്ന, മൂപ്പന്മാർ വാഴ്ത്തുന്ന സേനയിൻ യഹോവ നീയേ. ദൂതന്മാർ വാഴ്ത്തുന്ന, മൂപ്പന്മാർ വാഴ്ത്തുന്ന സേനയിൻ യഹോവ നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ You are holy Yeshua. പരിശുദ്ധൻ നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ പരിശുദ്ധൻ നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ ഓ പരിശുദ്ധനേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ Oh, you are holy, holy Yeshua. പരിശുദ്ധൻ നീയേ. പരിശുദ്ധൻ 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 നീയേ. പരിശുദ്ധൻ You are holy. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ